ജനങ്ങളെ ബുദ്ധിമുട്ടിച്ച് അതീവ സുരക്ഷ ഒരുക്കുന്നതിനോട് താൽപര്യമില്ലെന്ന് ഗവർണർ. ബാരിക്കേഡുകൾ തീർത്ത് സഞ്ചാരപഥം ഒരുക്കാമെന്ന പോലീസ് നിർദ്ദേശം തള്ളി. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്നും ബിനോയ് ചേരുന്നുണ്ട്. ബിനോയ്, ജനങ്ങളെ ബുദ്ധിമുട്ടിച്ചുള്ള ഒരു അതീവ സുരക്ഷ ഒരുക്കുന്നതിനോട് താൽപര്യമില്ലെന്നാണ് ഇപ്പോൾ ഗവർണർ പറഞ്ഞിരിക്കുന്നത്. കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? ആതിര, കഴിഞ്ഞ ദിവസമാണ് തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർ നാഗരാജു ഗവർണർക്ക് വേണ്ടി തയ്യാറാക്കിയ പ്രത്യേക സുരക്ഷാ റിപ്പോർട്ട് രാജ്ഭവനിൽ എത്തിച്ചത്. എന്നാൽ ഈ റിപ്പോർട്ട് പൂർണ്ണമായും തള്ളുകയായിരുന്നു. ഇതിൽ പ്രധാനമായും സിറ്റി പോലീസ് കമ്മീഷണർ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്: ഗവർണർ കടന്നു പോകുന്ന വഴിയിൽ സുരക്ഷിതമാക്കുന്നതിന് വേണ്ടി മറ്റു ചെറിയ വഴികളിൽ നിന്ന് വരുന്ന വാഹനങ്ങളെ തടയുന്നതിനും യാത്രക്കാരെ തടയുന്നതിനും വേണ്ടി താൽക്കാലിക ബാരിക്കേഡുകൾ സ്ഥാപിക്കും. ഇതുകൂടാതെ ഗവർണർ കടന്നു പോകുന്ന വഴിയിലെ വാഹനങ്ങൾക്ക് പാർക്കിംഗ് അനുമതി ഉണ്ടാകില്ല. മാത്രവുമല്ല, ട്രാഫിക് കോണുകളും ഒപ്പം കയറുകളും ഉപയോഗിച്ച് വഴി കൃത്യമായി നിർണ്ണയിക്കും. ഇങ്ങനെയൊക്കെയുള്ള കുറേ നിർദ്ദേശങ്ങളടങ്ങിയ ഒരു റിപ്പോർട്ടാണ് രാജ്ഭവൻ്റെ മുന്നിലേക്ക് എത്തിയത്. എന്നാൽ ജനങ്ങളിൽ നിന്നും വേർതിരിച്ച് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന തരത്തിലുള്ള ഒരു സുരക്ഷാ ക്രമീകരണം തനിക്ക് വേണ്ട. അത് ജനങ്ങളെ അപമാനിക്കുന്നത് തുല്യമാണ്. ഒപ്പം സ്വയം അപഹാസ്യനാവാൻ താൻ തയ്യാറല്ല എന്നുമാണ് ഗവർണർ മറുപടിയായി പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ന് വീണ്ടും സിറ്റി പോലീസ് കമ്മീഷണർ വീണ്ടും ഒരു സുരക്ഷാ യോഗം വിളിച്ചു ചേർത്തിട്ടുണ്ട്. കാരണം കഴിഞ്ഞ പ്രാവശ്യങ്ങളിലൊക്കെ തന്നെ സുരക്ഷാ ക്രമീകരണങ്ങൾ പാളിച്ചയുണ്ടായ തരത്തിൽ വലിയ പരാതികളാണ് ഉയർന്നു വന്നിരുന്നത്. തത്വത്തിൽ പോലീസും സുരക്ഷ ഒരുക്കുന്ന കാര്യത്തിന് വീഴ്ച സംഭവിച്ചു എന്ന റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നുണ്ട്. എന്നാൽ മനഃപൂർവ്വമല്ലാത്ത വീഴ്ചയാണ് സംഭവിച്ചതെന്നാണ് അതിൽ സൂചിപ്പിക്കുന്നത്. എങ്കിൽ പോലും ഗവർണർക്ക് Z+ കാറ്റഗറിയിൽ പെടുന്ന ഒരു സുരക്ഷയാണ് താൽക്കാലികമായി നൽകേണ്ടത്. എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായി തനിക്ക് സുരക്ഷയ്ക്കായി വന്നിരുന്ന എസ്കോർട്ട് വാഹനങ്ങൾ പോലും പ്രതിഷേധക്കാർക്ക് മുന്നിൽ നിർത്തിയിരുന്നു. ഇത് പ്രതിഷേധക്കാർക്ക് തൻ്റെ വാഹനത്തിനടുത്തേക്ക് വരാനും ആ വാഹനത്തിൽ അടിക്കുവാനും ഒക്കെ അവസരമുണ്ടാക്കിയ തരത്തിലാണ് അദ്ദേഹത്തിൻ്റെ പരാതി. ഈ പരാതികളെല്ലാം ഉൾക്കൊണ്ടുകൊണ്ടാണ് പുതിയ സുരക്ഷാ റിപ്പോർട്ട് തയ്യാറാക്കുകയും അത് രാജ്ഭവനിൽ എത്തിക്കുകയും ചെയ്തത്. ഇന്നലെയാണ് ആ രാജ്ഭവനിലേക്ക് ഈ റിപ്പോർട്ട് എത്തിയത്. എന്നാൽ ഈ റിപ്പോർട്ട് അംഗീകരിക്കാൻ തയ്യാറല്ല നിലപാടിൽ തന്നെ രാജ്ഭവൻ. കാരണം ഇത് പലപ്പോഴും ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന അല്ലെങ്കിൽ സാധാരണക്കാരന് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തരത്തിലുള്ള ഒരു റിപ്പോർട്ടാണ്. പ്രത്യേകിച്ചും തിരുവനന്തപുരം പോലുള്ള ഒരു നഗരത്തിൽ ഗവർണർക്ക് വേണ്ടി ഇങ്ങനെ പാത സജ്ജമാക്കി കഴിയുമ്പോഴേക്കും മണിക്കൂറുകളോളം സമയം ആളുകൾ ബുദ്ധിമുട്ടിലാവും. അത്തരത്തിലൊരു ബുദ്ധിമുട്ട് ജനങ്ങൾക്കുണ്ടാക്കി വഴി താൻ സ്വയം അപഹാസ്യനാവുകയാണ് എന്നാണ് ഗവർണർ മനസ്സിലാക്കുന്നതും വിലയിരുത്തുന്നതും. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ഇത്തരത്തിൽ ഒരു സുരക്ഷാ ക്രമീകരണം വേണ്ട എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് വീണ്ടും പ്രത്യേകം ഒരു യോഗം കൂടി ചേർന്നുകൊണ്ട് ഏത് തരത്തിലുള്ള ക്രമീകരണം അല്ലെങ്കിൽ സുരക്ഷാ ക്രമീകരണങ്ങൾ അദ്ദേഹത്തിന് ഒരുക്കണം എന്ന കാര്യത്തിൽ തീരുമാനം കൈക്കൊള്ളുക. സാധാരണഗതിയിൽ ഗവർണർ 1-2 പ്രാവശ്യമൊക്കെ നഗരത്തിലുള്ള വിവിധ പരിപാടികൾ പങ്കെടുക്കുന്നതിനൊക്കെ പോകുന്ന പതിവുണ്ട്. അങ്ങനെ 1-2 പ്രാവശ്യം തന്നെ താൻ ഈ നഗരത്തിലൂടെ സഞ്ചരിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടായി മാറും. അതുകൊണ്ട് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന തരത്തിലുള്ള ഒരു സുരക്ഷാ ക്രമീകരണവും തനിക്ക് വേണ്ടി ഒരുക്കേണ്ട എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ഗവർണർ.